ടു സൈലന്റ് ലേണിംഗ്. ഇറ്റ്സ് മീ ശ്രീഭാമ SB. മിസ്സിന്റെ പേര് ശ്രീഭാമ എന്നാണ് കേട്ടോ. അപ്പൊ മക്കളെ, ഇന്ന് മിസ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് വളരെ ഉപകാരമാകാൻ പോകുന്ന ഒരു ടോപ്പിക്കുമായിട്ടാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാട്ട് ഇഫ് ഇറ്റ് ഫിനിഷസ്? എല്ലാം തീർന്നു പോയ നമ്മൾ എന്ത് ചെയ്യും ഗൈസ് എന്നൊരു ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മിസ് ഡിസ്കസ് ചെയ്യുന്നത്. സോ എന്റെ മക്കളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ എല്ലാവരും ട്രിപ്പൊക്കെ പോകാൻ ഇഷ്ടമുള്ള ട്രിപ്പോളീസ് ആയിരിക്കുമല്ലോ. ഒക്കെ ട്രിപ്പ് പോകാനും കാര്യങ്ങളൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളുകളാണ് അല്ലേ. അപ്പൊ നമ്മൾ ട്രിപ്പ് പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യം എന്താ? പെട്രോൾ അടിക്കാം അല്ലേ. വണ്ടിക്ക് പെട്രോൾ അടിക്കാണ്ട് പോയി കഴിഞ്ഞാൽ നല്ല 8ന്റെ പണി കിട്ടും നമുക്കറിയാം. അപ്പൊ എവിടെ ലോങ് ഡ്രൈവ് പോവാണെങ്കിലും നമ്മൾ ഫുൾ ടാങ്ക് പെട്രോൾ ഒക്കെ അടിച്ച് സെറ്റ് ആയിട്ടാണ് പോവാ അല്ലെ. അപ്പൊ ഈ പെട്രോൾ എന്ന് പറയുന്ന സാധനത്തിനൊക്കെ എന്തോ ഒരു റേറ്റ് ആണല്ലേ. ഇപ്പൊ ഓരോരോ ദിവസം കൂടുന്നോറും അതിന്റെ റേറ്റ് ഇങ്ങനെ കൂടി വരികയാണ് അല്ലേടാ. അപ്പൊ ഈ പെട്രോൾ ആയിക്കോട്ടെ, ഡീസൽ ആയിക്കോട്ടെ, ഈ പറയുന്ന സാധനങ്ങൾക്കൊക്കെ ഇത്ര പൈസ വരാനുള്ള കാരണം എന്താ? അവർ ഏതിൽ പെടുന്ന ആളുകളാണ്? ദേ ആർ ഫോസിൽ ഫ്യൂവൽസ്. എന്ന് വെച്ചാൽ ഫോസിൽ ഇന്ധനങ്ങൾ നമ്മൾ പറയും. എന്താ ഫോസിൽ ഫ്യൂൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മില്യൺ ഓഫ് ഇയേഴ്സ് ആയിട്ട് നമ്മുടെ ഡെഡ് റിമൈൻസ് ആയിട്ടുള്ള സാധനങ്ങൾ, അതുപോലെ പ്ലാന്റ്സ്, ആനിമൽസ് എല്ലാം മണ്ണിൽ അടിഞ്ഞ് അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന സാധനമാണ് നമ്മുടെ ഫ്യൂവൽസ്, ഫോസിൽ ഫ്യൂവൽസ് എന്ന് പറയുന്നത്. അപ്പോ അവരെന്ന് പറയുന്നത് നോൺ റിന്യൂവബിൾ ആണ്. അതിനെ വീണ്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. കാരണം മില്യൺ ഓഫ് ഇയേഴ്സ്, കോടിക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് നമുക്ക് ഫോസിൽ ഫ്യൂവൽസ് ആയിട്ട് ഈ പെട്രോളും ഈ ഡീസലും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ വീണ്ടും ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഇമ്പോസിബിൾ ആണ്. കുറെ ടൈം എടുക്കുന്ന കാര്യം അല്ലെ. അപ്പോ ദേ ആർ ഫോംഡ് ഫ്രം ദ റിമെയിൻസ് ഓഫ് പ്ലാന്റ്സ്, ആനിമൽസ് ദാറ്റ് ലിവ്ഡ് ലോങ് എഗോ അല്ലെ. അങ്ങനെ എല്ലാ സാധനങ്ങളും അടിഞ്ഞുണ്ടാകുന്നതാണ് നമ്മുടെ ഫോസിൽ ഫ്യൂവൽസ് എന്ന് പറയുന്നത്. മോസ്റ്റ് ഓഫ് ദ എനർജി വി ക്യാൻ യൂസ് കം ഫ്രം ദ ഫോസിൽ ഫ്യൂവൽസ്. അപ്പൊ ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന മെജോറിറ്റി സാധനങ്ങൾ നമ്മുടെ CNG ആയിക്കോട്ടെ, LPG ആയിക്കോട്ടെ, പെട്രോള്, ഡീസല്, കോള്, ഇതൊക്കെ എന്താ മക്കളെ നമ്മൾ പറഞ്ഞതുപോലെ എന്താ? ഫോസിൽ ഫ്യൂവൽസ്. ഈ ഡെഡ് റിമെയിൻസ് ഓർഗാനിസത്തിൽ നിന്നുണ്ടായിട്ടുള്ള ഫോസിൽ ഫ്യൂവൽസ് ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ അല്ലേ. അപ്പൊ എന്താണ് ഫോസിൽ ഫ്യൂവൽ എന്ന് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ലൈക്ക് മില്യൺ ഓഫ് ഇയേഴ്സ് ആയിട്ട് ഡെഡ് റിമെയിൻസും കാര്യങ്ങളൊക്കെ ഭൂമിയിൽ ഇങ്ങനെ കടന്ന് അതിൽ നിന്നുണ്ടാകുന്നതാണ് ഫോസിൽ ഫ്യൂവൽ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഫിനിഷ് ചെയ്ത് എന്ത് ചെയ്യടാ? വെൻ ഇറ്റ് ഫിനിഷ് വാട്ട് വിൽ ഹാപ്പൻ? എന്ത് ചെയ്യും നമ്മളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. പെട്ടെന്ന് അതിന് ഒറ്റയടിക്ക് തീർന്ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റുന്നത് അതിനെ കൺസേർവ് ചെയ്യാന്നുള്ളതാണ് അല്ലെ, അതിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മൾ പല വിധത്തിലുള്ള കാര്യങ്ങൾ ഇപ്പൊ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പൊല്യൂഷൻ ഒക്കെ കുറവായിട്ടുള്ള CNG പോലെയുള്ളതൊക്കെ നമ്മൾ ഇപ്പൊ എന്ത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്? യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട് അല്ലെ. അതുപോലെ CNGയുടെ ഒക്കെ നമ്മൾ കുറെ ഓട്ടോറിക്ഷകള് ആൻഡ് അതുപോലെ തന്നെ കാറുകൾ, ബൈക്കുകളൊക്കെ നമ്മൾ കൂടുതലായിട്ട് അവർ ഫ്യൂവലായിട്ട് CNG പറഞ്ഞ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് എന്നാണ് പറയാ കേട്ടോ. അപ്പൊ CNG പോലുള്ള സാധനങ്ങൾ നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ എന്ത് ചെയ്യാം? ഈ കാര്യങ്ങളിൽ നിന്ന് ഒഴിവാക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇലക്ട്രിക് വെഹിക്കിൾസ് പലതും കണ്ടിട്ടില്ലേ നമ്മള്? ഓല, എയ്തറിന്റെ ഒക്കെ പല വിധത്തിലുള്ള എന്താ പറയാ സ്കൂട്ടികളും കാര്യങ്ങളും, ഈവൻ കാർ വരെ ഇറങ്ങാൻ നിൽക്കുകയാണ് അല്ലെ. അപ്പൊ അത്രയും ഇലക്ട്രിക്കൽ ആയിട്ടുള്ള സാധനങ്ങൾ യൂസ് ചെയ്യുമ്പോൾ പറഞ്ഞ പോലെ കുറച്ച് നമുക്ക് എന്ത് ചെയ്യാം? എനർജി സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഇവര് പറയുന്ന ഒരു കോൺവെർസേഷൻ നോക്കുക. Is petrol going to finish? The poster said that the petrol is not going to be last forever എന്നാണ് ദിവ്യ പറയുന്നത്. അപ്പൊ അങ്കിള് പറയാണ്, it does not get made so fast we take it out. It takes lack of years to be formed for the under the earth. നമ്മൾ പറഞ്ഞ പോലെ കുറെ വർഷങ്ങളായിട്ടാണ് അത് ഉണ്ടാവുന്നത് നമ്മൾ പറഞ്ഞല്ലേ. അപ്പൊ അബ്രഹാം അപ്പുറത്ത് വേറൊരു കുട്ടി ചോദിക്കുകയാണ്, ഹൗ വിൽ വെഹിക്കിൾ റൺ ദ ഓയിൽ ഫിനിഷ്? ഓയിൽ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇവര് റൺ ചെയ്യുക പിന്നെ എന്ന് ചോദിച്ചു കഴിയുമ്പോഴാണ് നമ്മൾ പറയുന്നത്. മഞ്ജു പറയാണ് CNG യൂസ് ചെയ്യാൻ വേണമെങ്കിൽ അല്ലെ. അപ്പൊ ഐ ഹാഡ് സീൻ ഓൺ TV ദാറ്റ് വെഹിക്കിൾസ് റൺ വിത്ത് CNG. മിസ് പറഞ്ഞ പോലെ CNG ഒക്കെ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. ചിലപ്പോൾ കുറച്ച് മാറ്റം ഉണ്ടാവാതിരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ചിരിച്ചിട്ട് പറയാണ്, ദാറ്റ്സ് ടു കംസ് ഫ്രം ദ ബിലോ ദ എർത്ത്. ഇറ്റ് ഈസ് ഓൾസോ ലിമിറ്റഡ്. CNG എന്ന് പറയുന്നതും ലിമിറ്റഡ് ആണ്. CNG പോലെയുള്ളത് പൊല്യൂഷൻ കുറച്ച് ഉണ്ടാക്കുമെങ്കിലും അതും കിട്ടാൻ ഭയങ്കര പാടാണെന്നാണ് പറയുന്നത്. അപ്പൊ പിന്നെ എന്ത് ചെയ്യുന്ന സംശയം അല്ലേ. അപ്പൊ ദിവ്യ ചോദിക്കാണ്, ഇലക്ട്രിസിറ്റി ക്യാൻ ബി യൂസ്ഡ് ആസ് റൺ വെഹിക്കിൾസ്. ഐ ഹാവ് സീൻ ദി ഇലക്ട്രിക് ബൈസിക്കിൾ. കണ്ടോ, ഇലക്ട്രിക്കൽ ആയിട്ടുള്ള വണ്ടികൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ ചോദിച്ചു. അപ്പോ അബ്രഹാം പറയാണ്, വി വിൽ ഹാവ് ടു ഡു സംതിങ് ഓർ എൽസ് ഹൗ വിൽ വി ട്രാവൽ? ആൻഡ് എങ്ങനെ നമ്മൾ വളർന്ന് വലുതാകുമ്പോൾ ഗ്രോ അപ്പ് ചെയ്യുമ്പോൾ എങ്ങനെ നമ്മൾ ജീവിക്കും? അല്ലാണ്ട് കുട്ടിക്ക് വിവരമുണ്ട്, കുട്ടി ആലോചിക്കാൻ തുടങ്ങിയില്ല എങ്ങനെ ജീവിക്കുന്ന.
അപ്പോ ദിവ്യ പറയാണ്, ഗ്രാൻഡ്മ പറയാണ്, വുഡ് ബി ഹാപ്പി ഇഫ് ഫ്യൂവർ വെഹിക്കിൾ റൺ ഓൺ ദ റോഡ്. ഷീ സെഡ് ലുക്ക് വെഹിക്കിൾസ് ലൈൻ അപ്പ് ലൈക്ക് ആൻസ്. വാട്ട് വിൽ യു ഡു ആഫ്റ്റർ ഗ്രോൺ അപ്പ്? കണ്ടോ, ഇങ്ങനെ ഉറുമ്പ് ഇങ്ങനെ ഇരിക്കുന്ന പോലെയാണ് ഇങ്ങനെ വണ്ടികൾ ഇങ്ങനെ നിരന്ന് നിൽക്കുന്നത്. അപ്പൊ ഗ്രാൻഡ്മയ്ക്ക് ഒന്നും ഇഷ്ടമല്ല, കാരണം പണ്ട് കാലം മുതലേ അവർ ജീവിക്കുന്ന ആളുകളായതുകൊണ്ട് അവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാൻ അവന് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെ. കാരണം പണ്ടൊക്കെ ഇത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല, അത്ര പൊല്യൂഷൻ ഉണ്ടായിരുന്നില്ല, അത്ര പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല അല്ലെ. അപ്പൊ മഞ്ജു പറയുന്നു, സി ഓൺലി 1 or 2 people are sitting in these cars. Why doesn't everyone use a bus? കണ്ടോ, ഒരാൾക്ക് രണ്ടാൾക്ക് വേണ്ടിയിട്ടൊക്കെ വണ്ടി ഓടിച്ചു പോകുന്നത്. എന്തുകൊണ്ട് അവർക്ക് ബസ് എന്ന് പറയുന്ന പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്തുകൂടാ? നല്ലല്ലേ? കാരണം ബസ് ഒരു 2 പേരൊക്കെ ഉണ്ടെങ്കിൽ ബസ്സിന് പോവാം, ഒരാളുണ്ടെങ്കിൽ ഷുവറായിട്ടും ബസ്സിന് പോവാം. അതിന് വലിയ വണ്ടി എടുക്കണം എന്നില്ല അല്ലെ, ഒന്നും നമുക്ക് എടുക്കേണ്ട ആവശ്യമേ ഉദിക്കുന്നില്ല. അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സേവ് പെട്രോൾ ചെയ്യാൻ കുറച്ചെങ്കിലും പറ്റുന്നതാണ് കുട്ടികൾ പറയുന്നത്. അപ്പൊ അവരതിനനുസരിച്ച് ചിന്തിക്കുന്നുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം അല്ലെ. അപ്പൊ 1 bus can carry many people. ഒരു ബസ്സിൽ കുറേ ആളുകളെ നമുക്ക് പറ്റുമല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്താൽ കുറച്ചും കൂടി ലാഭം അല്ലേ, കുറച്ച് നമുക്ക് കുറെ കാലം കഴിഞ്ഞാൽ കിട്ടൂലേ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ മഞ്ജു പറയുന്നു, when I grow up I will invent a car that runs on sunlight. ഞാൻ വളർന്ന് വലുതായി കഴിഞ്ഞാൽ സൂര്യപ്രകാശത്ത് നിന്ന് വരെ എന്താണ് കാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ പല വിധത്തിലുള്ള കോൺവേഴ്സേഷൻ വരുമ്പോൾ നമുക്ക് മനസ്സിലായി നമുക്ക് ഈ പെട്രോളൊക്കെ തീർന്നു പോകുന്ന സാധനമാണ്, നമ്മളത് സംരക്ഷിക്കണം. ആൻഡ് ഓൾസോ നമ്മൾ അനദർ ആയിട്ടുള്ള സൺലൈറ്റ് പോലെയുള്ള സാധനങ്ങൾ, ഇലക്ട്രിക്കൽ ആയിട്ടുള്ള സാധനങ്ങൾ, അങ്ങനെ പലതും നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങണം. അപ്പോഴേ നമുക്ക് ഇവരെയൊക്കെ രക്ഷിക്കാൻ വേണ്ടി പറ്റുള്ളൂ, നമുക്ക് സംരക്ഷിക്കാൻ കൺസേർവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഒരു കുഞ്ഞു കോൺവെർസേഷൻ നിങ്ങൾ പഠിച്ചു എന്നേ ഉള്ളൂ, ബട്ട് ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അടിപൊളിയായിട്ട് പഠിക്കുക, സെറ്റ് ആയിട്ട് പഠിക്കുക. ബാക്കി കാര്യങ്ങൾ നെക്സ്റ്റ് വീഡിയോയില്. ഇതുവരേക്കും ബൈ ബൈ, സീ മക്കളെ.